എല്ലാ കൂട്ടുകാർക്കും ലെഫ്ഷറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. +1 പൊളിറ്റിക്കൽ സയൻസിലെ 4ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും +1 പൊളിറ്റിക്സിലെ 4ാമത്തെ അധ്യായമായിരിക്കുന്ന കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും നമുക്ക് നോക്കിയാലോ. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമാകാൻ മറന്നു പോകരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് കാര്യനിർവഹണ വിഭാഗം. അതേപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങൾ എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യനിർവഹണ വിഭാഗം എന്നാൽ എന്ത്, വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങളെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ഒരു എക്സിക്യൂട്ടീവ് എന്നാൽ എന്താണ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എക്സാമിനെ ആൻസർ ചെയ്യുന്ന സമയത്തും ഇതേ രൂപത്തിൽ തന്നെയായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നയങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാനും ഭരണം നടത്താനും ചുമതലയുള്ള ഗവൺമെന്റിന്റെ ഘടകത്തെയാണ് പ്രധാനമായിട്ടും കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താണ്, സർക്കാരിന്റെ എല്ലാ നയങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാനും അതേപോലെ തന്നെ ഭരണം നടത്താനും ചുമതലയുള്ള ഗവൺമെന്റിന്റെ ഒരു ഘടകത്തെയാണ് പ്രധാനമായിട്ടും കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള എക്സിക്യൂട്ടീവുകളാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ആണ്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിൽ രാഷ്ട്രത്തലവനും ഭരണത്തലവനും എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. അപ്പോൾ അധികാരം എന്ന് പറയുന്നത് മുഴുവനായിട്ടും ആർക്ക് തന്നെയാണ്, പ്രസിഡന്റിന് മാത്രമായിട്ട് ഉള്ളതാണ്. പ്രസിഡന്റിനെ സാധാരണയായിട്ട് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പതിവാണ് ഉണ്ടാകാറുള്ളത്. അദ്ദേഹത്തിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമില്ലതാനും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിന്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും അവിടുത്തെ തലവൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ടാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു എക്സിക്യൂട്ടീവ് ആണ് പാർലമെന്ററി എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ പാർലമെന്ററി എക്സിക്യൂട്ടീവിന്റെ ഭരണ തലവൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടി ആരാണോ അവരായിരിക്കും പ്രധാനമായിട്ടും ഈ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ രാഷ്ട്ര തലവൻ എന്ന് പറയുന്നത് വെറും ഒരു നാമമാത്രമായിട്ട് ഒരു പേരിൽ മാത്രമായിട്ട് ഉൾക്കൊള്ളുന്ന ആളുമായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഭരണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് മാത്രമാണ്. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു എക്സിക്യൂട്ടീവ് ആണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയും അവിടെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഉള്ളത്. അതേപോലെ തന്നെ പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും, അതേസമയം പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഭരണത്തലവനുമായിരിക്കും. ദൈനംദിന കാര്യനിർവഹണത്തിൽ ഇടപെടാൻ പ്രസിഡന്റിന് അധികാരമുണ്ടാകുന്നതാണ് എന്ന്. അപ്പൊ രണ്ടുപേർക്കും എന്താണ് അധികാരമുള്ള ഒരു വ്യവസ്ഥ തന്നെയാണ് പ്രധാനമായിട്ടും അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്സിക്യൂട്ടീവ് ആണ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ആണ്, അവിടുത്തെ അധികാരം പ്രസിഡന്റിനാണ്. രണ്ടാമത്തെ അധികാരം പാർലമെന്ററി എക്സിക്യൂട്ടീവ് ആണ്, അപ്പോൾ അവിടുത്തെ അധികാരം ആർക്കാണ്, പ്രധാനമന്ത്രിക്കാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു എക്സിക്യൂട്ടീവ് ആണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വിവിധ തരത്തിലുള്ള ആ ഒരു എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവും അതേപോലെ തന്നെ സ്ഥിര എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്തല്ല രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിര എക്സിക്യൂട്ടീവും ഒരേപോലെയല്ല, മറിച്ച് അവകൾക്കൊന്നുണ്ട് വ്യത്യാസങ്ങളുണ്ട്. ആ ഒരു ഡിഫറൻസും കാലൊക്കെ വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നമുക്കൊന്നാക്കാം. അപ്പോൾ ഗവൺമെന്റിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഗവൺമെന്റിന്റെ തലവനും മന്ത്രിമാരും ഉൾപ്പെടുന്നതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് മന്ത്രിമാരും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ നയങ്ങൾ രൂപീകരിക്കുന്ന ചുമതലപ്പെടുത്തിയിട്ടുള്ള ഗവൺമെന്റ് തലവന്മാരുമാണ് എന്ന്. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ നയങ്ങൾ രൂപീകരിക്കുവാനും നടപ്പിലാക്കുവാനും സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തെയാണ് സ്ഥിര എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഒരിക്കലും സ്ഥിരമല്ല, മറിച്ച് അവർ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു വർഷം MLA ആണെങ്കിൽ അടുത്ത വർഷം അദ്ദേഹം MLA ആയിരിക്കില്ല. ഇനി അതല്ല എന്താണ് സ്ഥിര എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും എന്ത് തന്നെയാണ്, ഗവൺമെന്റിന്റെ നയങ്ങൾ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വിഭാഗമായിട്ട്
പ്രധാനമായിട്ട് എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഉണ്ടാകുന്നതാണ്. ഒരിക്കൽ പോലും അദ്ദേഹം ഈ ഒരു ചുമതലയിൽ നിന്നും ഒഴിവായി പോവുകയില്ല. മറിച്ച് ഗവൺമെന്റ് ജോലി സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ ഒരു സ്ഥിര എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസുകൾ മാത്രമായിട്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെച്ചാൽ മതിയാകുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ പവേഴ്സുകൾ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാഷ്ട്രത്തിന്റെ തലവനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ്, ഏതൊരു രാഷ്ട്രത്തിന്റെയും തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് നിക്ഷിപ്തമാണ് എന്ന്. അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി മാത്രമേ നിയമമാവുകയുള്ളൂ. അപ്പോൾ പാർലമെന്റിൽ എന്ത് ബില്ലുകൾ പാസ്സാക്കുകയാണെങ്കിലും ആ ഒരു ബില്ലുകൾ പാസ്സാക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് രാഷ്ട്രപതി ഒപ്പിടുമ്പോൾ മാത്രമാണ്. രാഷ്ട്രപതി ഒപ്പിട്ടില്ലെങ്കിൽ ആ ഒരു ബില്ലുകൾ പാസ്സാകുകയില്ല. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു അധികാരമാണ് മന്ത്രിസഭയിലെ ചർച്ചകളെ കുറിച്ച് അറിയുവാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട്. അപ്പോൾ മന്ത്രിസഭയിൽ എന്തൊക്കെ ചർച്ചകളാണ് നടത്താൻ പോകുന്നത്, അപ്പോൾ ആ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത് രാഷ്ട്രപതിക്കുമുണ്ട് എന്ന്. അതേപോലെ തന്നെ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാര്, സംസ്ഥാന ഗവർണർമാര് എന്നിവരെല്ലാം നിയമിക്കുന്നത് പ്രധാനമായിട്ടും രാഷ്ട്രപതിയാണ് എന്ന്. അതേപോലെ തന്നെ കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരവും പ്രധാനമായിട്ടും രാഷ്ട്രപതിക്ക് തന്നെയാണ്. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അധികാരങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രപതിയെ കുറിച്ചും അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. അപ്പൊ രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട വിവേചന അധികാരങ്ങളാണ് മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധിക്കുന്നതിനും തിരിച്ചയക്കുന്നതിനുള്ള അധികാരം പ്രധാനമായിട്ടും രാഷ്ട്രപതിയുടെ ഒരു പ്രധാനപ്പെട്ട വിവേചന അധികാരം തന്നെയാണ്. അപ്പോൾ മന്ത്രിസഭ എന്ത് ഉപദേശങ്ങൾ നടത്തുകയാണെങ്കിലും അവിടേക്ക് ആ ഒരു ഉപദേശത്തെ ഒന്ന് പുനഃപരിശോധന നടത്താനുള്ള വിവേചന അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതേപോലെ തന്നെ മന്ത്രിസഭയിൽ പാസ്സാക്കുന്ന കാര്യങ്ങൾ തിരിച്ചയക്കുന്നതിനുള്ള അധികാരവും പ്രധാനമായിട്ടും രാഷ്ട്രപതിക്കുണ്ട് എന്ന്. പാർലമെന്റ് പാസ്സാക്കുന്ന ധനകാര്യ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും തടഞ്ഞു വെക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് സാധിക്കുന്നതാണ്. പാർലമെന്റിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത് പ്രധാനമായിട്ടും രാഷ്ട്രപതി തന്നെയാണ് എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തെ പാർലമെന്റിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് വിവേചന അധികാരമായിട്ട് രാഷ്ട്രപതിക്കാണുള്ളത് എന്ന്. അപ്പോൾ ഇത്രയും വിവേചന അധികാരങ്ങളാണ് പ്രധാനമായിട്ടും രാഷ്ട്രപതിക്കുള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്ന്. അപ്പോൾ ലോകസഭയിൽ ഏത് കക്ഷിക്കാണോ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്, ഏത് മുന്നണിക്കാണോ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്, അവരാണ് പ്രധാനമായിട്ടും അവിടെ നേതാവിനെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് എന്ന്. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭയുടെ തലവനായ പ്രധാനമന്ത്രിയാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവിന്റെ അധികാരങ്ങൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. അവിടെ ആർക്കും എന്താണ് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഇടപെടാനോ മറ്റുള്ള അധികാരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ക്യാബിനറ്റിന് തലവനാണ് പ്രധാനമന്ത്രി. പ്രസിഡന്റിന് ഉപദേശം നൽകാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട് എന്ന്. അതേപോലെ തന്നെ മന്ത്രിസഭാ അംഗങ്ങൾ ആരെല്ലാമാണ്, അവരുടെ വകുപ്പുകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ അന്തിമമായിട്ട് എടുക്കേണ്ടതും പ്രധാനമന്ത്രി തന്നെയാണ്. അതേപോലെ തന്നെ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഗവൺമെന്റിന്റെ നയങ്ങൾ നിശ്ചയിക്കുക, വിദേശ നയങ്ങൾ രൂപകൽപ്പന ചെയ്യുക, മന്ത്രിസഭയും രാഷ്ട്രപതിയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രവർത്തിക്കുക, മന്ത്രിസഭയും പാർലമെന്റിനെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടും പ്രവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണക്ഷൻസുകളും പ്രധാനമായിട്ടും ഈ ഒരു പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ തന്നെയാണ് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രധാനമന്ത്രിയുടെ പവേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ആധുനിക കാലഘട്ടത്തിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് അഥവാ ബ്യൂറോക്രസിയുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടത് നയങ്ങൾ രൂപീകരിക്കൽ മന്ത്രിമാരെ സഹായിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ വൃന്ദത്തെയാണ് പ്രധാനമായിട്ടും സ്ഥിര എക്സിക്യൂട്ടീവ് അഥവാ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്യൂറോക്രസി എന്ന് മനസ്സിലായല്ലോ വിദ്യാർത്ഥികൾക്ക്. അതേപോലെ തന്നെ യോഗ്യത അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഔദ്യോഗിക കാലാവധിയുമുണ്ട് എന്ന്. അപ്പോൾ ഗവൺമെന്റുകൾക്ക് എന്താണ് വർഷങ്ങൾ കഴിയുമ്പോഴും മാറി മാറി വരുന്ന
അറിയപ്പെടുന്നെങ്കിലും രാഷ്ട്രീയ നിക്ഷബ്ദതയോടെ ജനങ്ങളെ സേവിക്കുന്നവരാണ് പ്രധാനമായിട്ടും ഈ ഒരു ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നതും ഒരു നിഷ്പക്ഷവും ഒരു പക്ഷപാതവും ഇല്ലാതെ ആളുകളെ സേവിക്കുക, ജനങ്ങളെ സേവിക്കുക എന്നതാണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് നയരൂപീകരണത്തിൽ മന്ത്രിമാരെ സഹായിക്കുന്നതിനും നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രധാനമായിട്ടും ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സ്ഥിര എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ സ്ഥിര എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഒന്നാമത് സിവിൽ സർവീസ് ആണ്. അപ്പോൾ സിവിൽ സർവീസിനെ പ്രധാനമായിട്ട് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്യൂറോക്രസിയിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് IAS, അതേപോലെ തന്നെ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ സർവീസിനെ 3ആയിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റും. ഒന്നാമതായിട്ട് അഖിലേന്ത്യാ സർവീസ് ആണ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ആവശ്യത്തിനായിട്ട് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നത് എന്ന്. അപ്പോൾ ഇവർ കേന്ദ്രത്തെയും സഹായിക്കുന്നുണ്ട്, മറിച്ച് ആരെയും സഹായിക്കുന്നുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. രണ്ടാമതായിട്ട് ഇന്ത്യൻ പോലീസ് സർവീസ് എന്നത് IPS-ഉം അതുപോലെ IAS-ഉം ആണ് എന്ന്. രണ്ടാമതായിട്ട് കേന്ദ്ര സർവീസ് ആണ്. അപ്പോൾ കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഭരണ നിർവഹണം നടത്തുന്നതും കേന്ദ്രത്തിന് പൂർണ്ണ നിയന്ത്രണമുള്ളതുമായ ഉദ്യോഗസ്ഥന്മാരാണ് പ്രധാനമായിട്ടും കേന്ദ്ര സർവീസിലുള്ളത് എന്ന്. അപ്പോൾ ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട കേന്ദ്ര സർവീസുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാമായിട്ട് സംസ്ഥാന സർവീസ് ആണ്. അതായത് സംസ്ഥാനത്തെ ഭരണവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സംസ്ഥാന സർവീസ് ഉള്ളത്. അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ നടത്തുന്നത്. ഉദാഹരണമായിട്ട് സെയിൽസ് ടാക്സ് ഓഫീസ് ഒക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടത്. ഇനി നമുക്ക് ഒരു അധ്യായത്തെ ബേസിനോട് ചോദിക്കാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനാ ലംഘന കുറ്റത്തിന്മേൽ രാഷ്ട്രപതിയെ പുറത്താക്കുന്ന നടപടി ഏതാണ്? അപ്പോൾ രാഷ്ട്രപതിയെ പുറത്താക്കുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ രണ്ടാമതായിട്ട് രാഷ്ട്രപതി ആവാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? അപ്പോൾ 35 വയസ്സാണ്. ഇനി അതേപോലെ മൂന്നാമതായിട്ട് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. അപ്പോൾ ഇത്രയും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സും ഒക്കെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ